പാമ്പട്ടിക്കാവ് യൂണിറ്റിന്റെ പ്രസിഡന്റാണ് നിലവിൽ. പിന്നെ പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ഒരു സഖാവും കൂടിയാണ്. നിലവിൽ അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ല. പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷോ അതോ മുഖ്യമന്ത്രിയോ നല്ലൊരു മറുപടിയല്ല കിട്ടിയത്. അണികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു മറുപടിയല്ല. അൻവർക്ക് തന്നെ പുറത്തിട്ടിട്ട് അൻവർക്കെതിരെയുള്ള അന്വേഷണമാണ് പ്രഖ്യാപിച്ചത്. അതൊരിക്കലും നമുക്ക് അനുകൂലിക്കാൻ പറ്റുന്നതല്ല. കള്ളക്കടത്ത് മാഫിയകളും അതുപോലെ തന്നെ കസ്റ്റഡി മരണങ്ങളും നടക്കുന്ന ഈ കാലത്ത് കൊള്ളക്കടത്ത് മാഫിയകളും ലോബികളും നാട്ടിൽ വിളയാടുന്ന കാലത്ത് ഒരിക്കലും അത് അൻവർക്ക പറഞ്ഞ കാര്യം അത് അന്വേഷിച്ചിട്ട് സത്യസന്ധമായിട്ട് നല്ല ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് അന്വേഷിച്ചിട്ട് അതിന്റെ സത്യസന്ധ നടപടി വരികയാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ സത്യസന്ധമായി പ്രവർത്തിച്ച ഒരു സഖാവാണ്. പിന്നെ അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തനമായിട്ട് നിലവിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ്. ഇനി അങ്ങനെ ഒരു ആക്ഷൻ അവരെടുത്തുണ്ടാണ് ഞാനത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ തയ്യാറാണ്. അൻവർക്ക് പറഞ്ഞ കാര്യത്തിലാണ് 100% ശരിയെന്ന് എനിക്കറിയാം. നൂറുകണക്കിന് സഖാക്കള് അതിന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പാർട്ടി അനുഭാവികളും റെഡി ആയിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിൽ അൻവറിനെ കൂടെ ഒത്തൊരുമിക്കാൻ തയ്യാറാണ്.